കൈ മുറിഞ്ഞ് ദൂരെ കിടന്നു, ഒരു കഷ്ണം എല്ലും. വർക്കലയിൽ ട്രെയിൻ തട്ടി മരിച്ച യുവതിയെയും കുഞ്ഞിനെയും തിരിച്ചറിഞ്ഞു. വർക്കല മേൽവെട്ടൂർ അച്ചിക്കവിള വീട്ടിൽ മഹേഷിന്റെ ഭാര്യ ശരണ്യ, 5 വയസ്സുള്ള മകൻ മിഥുൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അയന്തി പാലത്തിന് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മെമു ട്രെയിൻ തട്ടിയാണ് അപകടം സംഭവിച്ചത്. നമ്മൾ ജോലി സ്ഥലത്ത് നിന്നപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ കാണാൻ വന്നത്, അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കമിഴ്ന്നാണ് കിടന്നത്. ഈ പരിസരത്ത് അല്ല, ഇവിടെ ഉള്ളവരാരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്, ആരും കണ്ടിട്ടില്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് പോയിട്ട് കമിഴ്ന്ന് കിടന്നുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കൊച്ചിനെ തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പോയത്, അന്നേരം അതിനെയും കാണാൻ പറ്റിയില്ല. മുണ്ടിട്ട് മൂടിയിരിക്കുന്നുണ്ട്, ആണാ പെണ്ണാന്നറിയുമ്പോൾ രണ്ടും കമിഴ്ന്ന് കിടക്കുന്നു. കൈ മുറിഞ്ഞ് ദൂരെ കിടന്നു, ഒരു കഷ്ണം എല്ലും. ഇവർ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. മദ്യപിച്ചെത്തുന്ന ഭർത്താവ് ശരണ്യയെ നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ഡയറി കേരളം, വർക്കല.